വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തുടർന്നുള്ള ഇന്നത്തെ പ്രോഗ്രാം മുഴുവൻ വലിയ പ്രാർത്ഥനയോടെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. വചന സന്ദേശങ്ങൾ കുറിച്ചെടുക്കാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസർക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് PA ജോസ് ആൻഡ് അൽഫോൺസ ജോസ് എന്ന ഈ സഹോദരൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമുക്കെല്ലാവർക്കും ചേർന്ന് തന്നെ അനുഗ്രഹിച്ച് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സമയത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നല്ല ആരോഗ്യത്താൽ അങ്ങ് നിറയ്ക്കണമേ. കുടുംബം മുഴുവൻ യേശു കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, കുടുംബത്തിൻ്റെ മേൽ മുഴുവൻ ദൈവീകമായ ആരോഗ്യം പകരണമേ. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവെ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ കർത്താവ് നിറയ്ക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതും ഇല്ലാത്തതുമായ സകലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും അനുകൂലതയും വന്ന് നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കിടനായി നന്ദി പറയുന്നു. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് എല്ലാവരും ചേർന്ന് കർത്താവെ, ജോസ് എന്ന സഹോദരനെയും കുടുംബത്തെയും സകലത്തെയും ചേർത്ത് അനുഗ്രഹിച്ചിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. PV ഓഡിറ്റോറിയം, പഴക്കുറ്റി, നെടുമങ്ങാട്, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂൺ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഓഡിറ്റോറിയം, തിരുവല്ല. ഈ സഹോദരിയുടെ പേര് ജോമി എന്നാണ്. ഈ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 5 മാസത്തോളമായി. ഓക്കെ. ഭർത്താവ് ഗൾഫിലാണ്, ദുബായിലാണ്. അപ്പം ഇത് നേഴ്സാണ്. എന്നാൽ ദുബായ് പോകണമെന്നുണ്ടെങ്കിൽ DHA എന്ന് പറയുന്ന ഒരു എക്സാം പാസ്സാകാം. ഇത് പാസ്സാണെങ്കിൽ ഭയങ്കര പാടാണ്. ആദ്യത്തെ പ്രാവശ്യം പുള്ളിക്കാരി ട്രൈ ചെയ്തു, തോറ്റുപോയി. എന്നാൽ ജനുവരി മാസം മുതൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 23 വരെ ഇവരൊരു എക്സാമിന് ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ചെയ്തു. ഇവരും ഇത്രയും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സ് തകർന്ന് ആകപ്പാടെ ബുദ്ധിമുട്ടിലായിരുന്നു. ഏപ്രിൽ 23 തലേ ദിവസം അന്ന് ഇവർ ഒത്തിരി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര നിരാശയിലായിരുന്നു. അന്ന് ഏപ്രിൽ 23 രാവിലെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരുന്നു. ബ്രദർ ഡാമിയൻ ബ്ലെസ്സിംഗ് ടുഡേ തുടങ്ങുന്നത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ്. ബലഹീനൻ എന്ന് ഞാൻ കരുതിയെന്നാണ് ആ പാട്ടാണ് അന്നത്തെ വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് പാടിയത്. ഈ സഹോദരി പറയുന്ന ആ പാട്ട് കേട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ ഉള്ളിലേക്ക് ഒരു ബലം അന്ന് കർത്താവിനോട് പറഞ്ഞു തലേ ദിവസമൊക്കെ, കർത്താവ് എൻ്റെ ഉള്ളിൽ ബലം പോയി, ശക്തി പോയി, ഞാൻ തളർന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ കേൾക്കുന്നത് ഈ പാട്ടാണ്. ആ സമയം ഉള്ളിലേക്കൊരു വലിയൊരു ശക്തി വരുവാനിടയായി തീർന്നു. അതിനുശേഷം ബ്രദർ അന്ന് പറഞ്ഞത് യെശയ്യാവ് 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനങ്ങളും പാട്ടും ഈ സഹോദരിയെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അവസാനത്തെ പ്രാർത്ഥനയിലും ഈ സഹോദരി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ അത്രയും മാസം, ഏപ്രിൽ മാസം വരെ 4 മാസത്തോളമായി ഇവർക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ അന്ന് ഈ സഹോദരി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആള് വിളിച്ചിട്ട് പറയുകയാണ്, എക്സാമിന്റെ ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. അതേ ദിവസം തന്നെയാണ് ആ ഡേറ്റ് കിട്ടുന്നത്. അതേ ദിവസം തന്നെ ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. ഒത്തിരി പാടായ എക്സാമും
അത് വളരെ നല്ല രീതിയിൽ അത് പാസ്സാകുവാനിടയായിത്തീരുന്നു. ഈ സഹോദരൻ എഴുതി പാസ്സാകുകയും ചെയ്തു. എഴുതി പാസ്സാകുകയും ചെയ്തു. ഇനി പോകണ്ടേ? ഇനി പ്രയർ ഡയറിയിൽ എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ എല്ലാം എഴുതി വെച്ചേക്കാണ്. യേശു അപ്പച്ച, എൻ്റെ ഒന്നാമത് ഞാൻ തോറ്റുപോയി, രണ്ടാമത്തതിന് എനിക്ക് കിട്ടണമേ, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്, പരീക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി ആ പ്രാർത്ഥനയുണ്ട്, പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രയർ ഡയറിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അതുകൂടാതെ ഒരു ഉറപ്പിന് വേണ്ടി പ്രയർ കോൾ സെന്ററും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത്ഭുതകരമായി ആ എക്സാമും പാസ്സായി. ഈ അടുത്ത മാസം ദുബായിലേക്ക് പോകുവാൻ വേണ്ടി ഈ സഹോദരി തയ്യാറായിട്ടിരിക്കുകയാണ്. അടുത്ത മാസം പോവുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, ഒരു പാട്ടിൻ്റെ ഒരൊറ്റ വരി, അതിനോട് ചേർന്നുള്ള വചന ശുശ്രൂഷ. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏത് ദിവസമാണ് ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ബ്ലെസ്സിങ് ടുഡേയിലെ ഓരോ ദിവസത്തെയും ലളിതമായ വചന ശുശ്രൂഷയും പാട്ടുകളും ശ്രദ്ധിക്കുക. അതോടെ കർത്താവ് ഈ സമയത്ത് ഈ സഹോദരിയോട് ചേർന്ന് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഇൻ്റർവ്യൂവിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവെ, ആയിരക്കണക്കിന് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയെ പോലെ തന്നെ പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തികളെ കർത്താവെ നീ അങ്ങ് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെയും ബലഹീനതയിൽ അങ്ങ് ബലമായി ഇറങ്ങി വരണമേ. നിരാശകൾ മാറ്റണമേ. പരീക്ഷ എഴുതുന്നവർക്കായി, പരാജയ ഭീതിയിലിരിക്കുന്നവർക്കായി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവർക്കായി എല്ലാം ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. How many of you sitting here can raise your hands if I ask you if you have not committed any sin in your life? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങൾ പാപം ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേര് കൈ ഉയർത്തും? How many of you can raise your hands? എത്ര പേര് ഇവിടെ പാപം ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കൈ ഉയർത്താമോ? പാപം ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് I do not see anyone. ആരുടെയും കൈകൾ ഞാൻ കണ്ടിട്ടില്ല. This is because everyone born into this world are born as sinners. കാരണം ഈ ലോകത്തിലേക്ക് എല്ലാവരും തന്നെ വന്നത് പാപത്തിലാണ്. Because Adam sinned in the Garden of Eden, and hence everyone are born as sinners. ആദം ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തതിന് ശേഷം എല്ലാ മനുഷ്യരിലേക്കും ആ പാപത്തിന്റെ സ്വഭാവം വന്നു ചേരുവാനിടയായി. But even though we are sinners, but we all want to go to heaven. നമ്മളെല്ലാവരും പാപികളാണെങ്കിൽ കൂടെ നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. Don't we? We all want to go to heaven. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ലേ? സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിച്ചാലോ? But the problem is we cannot go to heaven with the sin in us. അതിൻ്റെ കുഴപ്പം ഇതാണ്, നമ്മളിൽ പാപമുണ്ടെങ്കിൽ ആ പാപവും വെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. So naturally you might ask me, how can I remove the sin in me, or how can I go to heaven? സ്വാഭാവികമായി നമുക്ക് ചോദിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം നേടാം? പാപമില്ലാതെ എങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തപ്പെടാം? So I'll be answering that question through my message today. ഇന്ന് അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് എൻ്റെ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. So if you ask me that question, നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുകയാണ്, I would tell you to repent before God. ഞാൻ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ ഉത്തരവാണ് ദൈവത്തിന്റെ മുൻപാകെ മാനസാന്തരപ്പെടുക. So what should you do to go to heaven? സ്വർഗത്തിലേക്ക് പോകുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? What should we do? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? We must repent. നമ്മൾ മാനസാന്തരപ്പെടണം. We must repent of our sins and repent to God. നമ്മൾ നമ്മുടെ പാപത്തെ ഓർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പാപക്ഷമ നേടേണ്ടതാണ്. Amen. ആമേൻ. So you might ask me now, what is repentance? നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, എന്താണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്? We know John the Baptist had only one message to speak. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകന് ഒരു സന്ദേശം മാത്രമേ He പ്രസംഗിക്കുവാനുണ്ടായിരുന്നു. wanted everyone to repent of their sins. അദ്ദേഹം പ്രസംഗിച്ചത് എല്ലാവരും മാനസാന്തരപ്പെടുക He എന്നാണ്. said, repent because the kingdom of God is near. അദ്ദേഹം പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. He wanted everyone to be baptized in water. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു സ്നാനപ്പെടുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. But as far as I have understood, ഞാൻ മനസ്സിലാക്കിയിടത്തോളം repentance is when you want to come back to the Lord after you understand that you have made a mistake. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതാണ്. Amen. Amen. So repentance is when you understand that you have made a mistake and you regret it and you want to come back to the Lord.
മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു, പാപം ചെയ്തു, അത് നമ്മൾ ആ തിരിച്ചറിവ് അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു മനസ്താപത്തോടുകൂടി അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പാപത്തെ വിട്ടിട്ട് മടങ്ങി വരുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. Repentance must come from your heart. It must not come from your mind. നമ്മുടെ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ മനസ്സിൽ നിന്ന് വരുന്നത് മാത്രമായിരിക്കരുത്, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. Tell your neighbor, repentance must come from your heart. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, കൈ കൊടുത്തിട്ട് പറഞ്ഞ്, മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. Repentance must come from your heart. മാനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. Amen. So another thing I would like to tell you is, another very important thing I would like to tell മറ്റൊരു you is, പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, forgiveness from God will not come without repentance. ദൈവത്തിൽ നിന്നുള്ള ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെടാതിരുന്നാൽ ദൈവം ഒരിക്കലും നമ്മുടെ പാപം ക്ഷമിക്കുകയില്ല. God cannot forgive you unless you repent. നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയുന്നില്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുകയില്ല. We know Jesus bled forgiveness for us 2000 years ago on the cross. നമുക്കറിയാം, കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞാണ് നമ്മുടെ പാപത്തിന് വേണ്ടി കർത്താവ് യാഗമായി And തീർന്നത്. that forgiveness is available to each and every one of us. അങ്ങനെയുള്ള ഒരു പാപക്ഷമ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അത് ഇവിടെ ലഭ്യമാണ്. But to accept that forgiveness, we need to repent of our sins. ദൈവം നമ്മുടെ ആ പാപത്തെ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാപത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് So മാനസാന്തരപ്പെടേണ്ടതുണ്ട്. we need to take that initiation before God takes control. അതിനുള്ള ആദ്യത്തെ തുടക്കം നമ്മൾ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കേണ്ടതാണ്. And God will do the rest. ബാക്കിയുള്ള കാര്യങ്ങൾ, പാപം ക്ഷമിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യുന്നതാണ്. So we read in the Bible about Peter. നമ്മൾ ബൈബിളിൽ പത്രോസിനെ പറ്റി കേൾക്കാറുണ്ട്. How many of you have heard about the apostle Peter? അപ്പോസ്തലനായ പത്രോസിനെ പറ്റി കേട്ടിട്ടുള്ള എത്ര പേര് ഇവിടെയുണ്ട്? Let me ask you a question. This is a Bible question. ബൈബിളിൽ നിന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. How many times did Peter deny Jesus? പത്രോസ് എത്ര പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു? 3 പ്രാവശ്യം. 3 times. 3 പ്രാവശ്യമാണ്. He said, I didn't know Jesus. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയില്ല. So after he denied Jesus 3 times, he went to his room and he started crying out. അദ്ദേഹം യേശുവിനെ 3 പ്രാവശ്യം അറിയില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് ചെന്ന് അവിടെ അനുതാപപ്പെട്ട് മാനസാന്തരപ്പെടുന്നത് നമുക്ക് കാണാം. He regretted denying Jesus. അദ്ദേഹം യേശുവിനെ തള്ളിപ്പറിച്ചെന്ന് ഓർത്ത് വിഷമിക്കുന്നത് നമുക്ക് അവിടെ കാണാം. And he asked God to forgive him. അവൻ യേശുവിനോട് ദൈവത്തോട് പറഞ്ഞു തന്റെ പാപം ക്ഷമിക്കണമെന്ന് പറയുകയാണ്. And immediately God forgave him. പെട്ടെന്ന് തന്നെ ദൈവം തന്റെ പാപത്തെ ക്ഷമിക്കുവാൻ ഇടയായി. And God used him mightily among all the other apostles. മറ്റുള്ള അപ്പോസ്തലന്മാരോടൊപ്പം തന്നെ ഏറ്റവും അധികമായി പത്രോസിനെ ദൈവം ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. But we also know another apostle. His name was Judas Iscariot. നമുക്ക് മറ്റൊരു അപ്പോസ്തലനെ പറ്റി അറിയാം. അദ്ദേഹത്തിന്റെ പേര് ജൂദാസ് ആണ്. He was also among the 12. അദ്ദേഹവും 12 ശിഷ്യന്മാരിലൊപ്പം ഉണ്ടായിരുന്നു. But after giving Jesus to the army members, അദ്ദേഹം യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം he did not repent. അദ്ദേഹം മാനസാന്തരപ്പെട്ടില്ല. So he had to take his life. അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. So you can see the difference between a person who has repented and a person who has not repented. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ ഉദാഹരണവും മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. God forgave Peter because he repented. പത്രോസ് അവിടെ മാനസാന്തരപ്പെട്ടതുകൊണ്ട് യേശു അവന്റെ പാപത്തെ ക്ഷമിക്കുകയാണ്. But since Judas Iscariot did not repent, God could not forgive him. യൂദാസ് ഇസ്കരിയോത്ത അദ്ദേഹത്തിന് മാനസാന്തരപ്പെടുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിന് അവന്റെ പാപം ക്ഷമിക്കുവാനും ഇടയായി. Amen. So how many of you sitting here want to ask forgiveness from the Lord? ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? Because we have all done sins. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. We have done very bad things. നമ്മൾ ഒത്തിരി തെറ്റായ കാര്യങ്ങൾ We have ചെയ്തിട്ടുണ്ട്. denied God many times. നമ്മൾ ഒത്തിരി ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ളവരാണ്. But Jesus can forgive you. എന്നാൽ യേശുവിന് നിങ്ങളോട് ക്ഷമിക്കുവാൻ Because കഴിയും. he has bled forgiveness 2000 years ago. യേശു കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞാണ് നമ്മുടെ പാപം ക്ഷമിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തത്. ആമേൻ. So another thing I would like to tell you is, മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. just repentance is not enough. മാനസാന്തരം മാത്രം പോരാ കാര്യങ്ങൾ അത് പൂർത്തിയാകുന്നതിന്. After repentance you must have the strong will to resist temptation and not do the sin again.
മാനസാന്തരപ്പെട്ടതിന് ശേഷം നമ്മൾ ആ പാപത്തെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ചങ്കൂറ്റവും നമുക്ക് ആവശ്യമാണ്. Some people ask for forgiveness, get the forgiveness, and they go back to the sin. പല ആളുകളും ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് പാപം ചെയ്തതിന് ശേഷം ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് പാപം ഏറ്റു പറഞ്ഞ് പാപത്തിൻ്റെ ക്ഷമയൊക്കെ പ്രാപിച്ചതിന് ശേഷം അവർ വീണ്ടും തിരികെ പോയി പാപങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാറുണ്ട്. That is a very wrong practice. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. It is very common to see that today. അത് നമുക്കിപ്പോൾ സാധാരണ അത് ഒത്തിരി ആളുകൾ അത് ചെയ്യുന്നത് നമുക്ക് കാണാൻ We see കഴിയും. people doing sins 6 days a week. ആളുകൾ 6 ദിവസവും പാപം ജീവിക്കുന്നു. And on the 7th day, on Sunday, they come and repent. അവർ 6 ദിവസം പാപങ്ങൾ ജീവിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം വന്ന് അവരുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. That is not right. അത് ശരിയായൊരു ജീവിതമല്ല. We read in the Bible about Paul the apostle. ബൈബിൾ പൗലോസ് അപ്പോസ്തലനെ പറ്റി നമുക്ക് കാണാൻ He കഴിയും. was a persecutor of the church. അദ്ദേഹം യേശുവിന്റെ സഭയെ വളരെയധികം ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. He killed many disciples. അദ്ദേഹം ഒത്തിരി ശിഷ്യന്മാരെ കൊന്നിട്ടുണ്ട്. Many disciples of Jesus. He attacked churches. He killed the believers. യേശുവിന്റെ ഒത്തിരി ശിഷ്യന്മാരെ അദ്ദേഹം കൊന്നു. അത് മാത്രമല്ല ഒത്തിരി സഭകളെ വിശ്വാസികളെ അദ്ദേഹം ഉപദ്രവിക്കാൻ He ഇടയായി. started persecuting the church. Many churches. He went on his horseback and he killed many people. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് നടന്ന് ഒത്തിരി ആളുകളെയും സഭയെയും നശിപ്പിക്കുവാൻ, യേശുവിൻ്റെ വിശ്വാസികളെ ഒത്തിരി പേരെ അവർ നശിപ്പിക്കുവാൻ ആ സമയത്ത് അദ്ദേഹം ചെയ്തു. But one day while he was traveling on his horseback on the road to Damascus, ദമാസ്കസിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കുതിരപ്പുറത്ത് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. suddenly he had an encounter with Jesus. പെട്ടെന്ന് അദ്ദേഹം യേശുവിന്റെ ഒരു പ്രത്യക്ഷത അദ്ദേഹത്തിനുണ്ടായി. A huge light shone upon him. പെട്ടെന്ന് ഒരു വലിയൊരു പ്രകാശം അദ്ദേഹത്തിന്റെ മേൽ വന്നു And ചേർന്നു. he fell from his horseback. അദ്ദേഹം പെട്ടെന്ന് ആ കുതിരപ്പുറത്ത് നിന്ന് വീഴുവാൻ ഇടയായി തീർന്നു. And then he understood that he had done a lot of terrible deeds. അദ്ദേഹം ഒത്തിരി തെറ്റ് ചെയ്തു എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായി. So he immediately went and repented. അദ്ദേഹം പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം മാനസാന്തരപ്പെടുവാൻ ഇടയായി. And not only did he repent, he had the strong will to not repeat doing his sins, not persecuting the church again. അദ്ദേഹം ആ പാപത്തെ ഓർത്ത് മനസ്താവപ്പെടുക, മാനസാന്തരപ്പെടുക മാത്രമല്ല ചെയ്തത്, പിന്നീട് ദൈവത്തിന്റെ സഭയെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന പാപം അദ്ദേഹം ചെയ്തില്ല. But not only did he stop persecuting the church, അദ്ദേഹം അത് സഭയെ ചെയ്യുക മാത്രമല്ല അദ്ദേഹം നിർത്തിയത്, he started establishing churches. അദ്ദേഹം വീണ്ടും പുതിയ സഭകൾ തുടങ്ങുവാനിടയെ He തീർന്നു. started doing a lot of miracles. അദ്ദേഹം ഒത്തിരി യേശുവിന്റെ നാമത്തിൽ ഒത്തിരി അത്ഭുതങ്ങളെ He ചെയ്തു. started writing letters. അവൻ ഒത്തിരി ദൈവത്തിലെ പുതിയ നിയമത്തിൽ ഒത്തിരി പുസ്തകങ്ങൾ He എഴുതുവാനിടയെ started bringing the good news to a lot of other people, bringing the Gentiles to the word. ഒത്തിരി ജാതികളായ യേശുവിനെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ചെന്ന് യേശുവിന്റെ സുവിശേഷം പറഞ്ഞ് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു. All this could only happen because of his strong will to stay rooted in the faith. ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, മാനസാന്തരത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള വലിയൊരു ധൈര്യവും ചങ്കുറ്റവും കാണിക്കുമ്പോഴാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. So today morning I have a message for you. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, Paul met with Jesus on the road to Damascus. പൗലോസ് ദമാസ്കസിന്റെ വഴിയിൽ യാത്ര മധ്യേയാണ് യേശുവിനെ കണ്ടെത്തിയത്. Jesus is willing to meet you today. Some of you sitting here, Jesus is willing to meet you today. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരെ യേശു കർത്താവ് നേരിട്ട് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. Amen. But once you meet Jesus, how many of you will change your life, will change your ways and walk in the way of Jesus? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇന്ന് യേശുവിന്റെ സന്നിധിയിൽ നിന്ന്, യേശുവിൽ നിന്ന് ഒരു വലിയൊരു മാറ്റം പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? Not live in your past ways. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. Let me tell you, once you meet with Jesus, നിങ്ങൾ ഒരു പ്രാവശ്യം യേശുവുമായി നേരിട്ടൊന്ന് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ Jesus will not look at your past. നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. Whatever is behind you is behind you. നിന്റെ ജീവിതത്തിൽ എന്താണോ പുറകിലുള്ളത് അതെല്ലാം പുറകിൽ മാത്രമായിരിക്കും. Your past is invalid to Jesus. What matters is your future, and Jesus can glorify your future. നിന്റെ പഴയ കാര്യങ്ങൾ, പഴയ ജീവിതം, പഴയ പാപങ്ങൾ യേശുവിന്റെ മുൻപിൽ യേശു അതിനെ നോക്കുന്നില്ല. യേശു കർത്താവ് നോക്കുന്നത് നിന്റെ ഭാവി എന്തായിത്തീരും, നിന്റെ യേശുവിനോടുള്ള ജീവിതം എന്തായിത്തീരും, അതാണ് യേശു കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Jesus says in John 14:6, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, that no one comes to the Father except through me. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരികയില്ല. So what does this mean? അതിന്റെ അർത്ഥം എന്താണ്? Jesus is the only way to heaven.
യേശു കർത്താവ് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി. So I was telling you how to go to heaven. ഞാൻ സ്വർഗത്തിലേക്ക് എങ്ങനെയാ പോകുന്നത് ഞാൻ പറയാം. So I would like to tell you, Jesus is the only way to heaven. യേശു കർത്താവ് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി. There isn't any person in the history who has actually promised you to take you to heaven. ഈ ലോക ചരിത്രം മൊത്തം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല യേശുവിനെ പോലെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. No one has truly told you that he will take you to heaven. ആരും ഉറപ്പോടുകൂടി പറയാനുള്ള ആരുമില്ല അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്ന ആരുമില്ല. Jesus is the only person who can say that boldly. യേശു കർത്താവ് മാത്രമാണ് ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ കൂടെ പറഞ്ഞു നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. Why? Because he knows the way to heaven. കാരണം അവന് സ്വർഗത്തിലേക്കുള്ള വഴി അറിയാമായിരുന്നു. Because 2000 years ago one day he came from heaven into this world to save you and me. കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. He very well knows how to take you back there. അതുകൊണ്ട് യേശു കർത്താവിന് ശരിക്കറിയാം എങ്ങനെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് യേശു കർത്താവിന് അറിയാം. We can never go to heaven on our own. ബൈബിൾ പറയുന്നു നമ്മുടേതായ കഴിവുകൾ കൊണ്ട് നമ്മുടേതായ രീതികൾ കൊണ്ട് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയില്ല. It is impossible to go to heaven relying on our talents or on our works. നമ്മുടേതായ കഴിവുകൾ നമ്മുടേതായ ശക്തികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയില്ല. Isaiah 64:6 says, യെശയ്യാവ് 64:6 പറയുന്നു, our righteousness are like filthy rags to God. നമ്മുടെ നന്മ പ്രവൃത്തികൾ ദൈവത്തിന്റെ സന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ഇരിക്കുന്നു. So you don't even have to try to go to heaven on your own. അതുകൊണ്ട് നമ്മുടെ ജീവിതം അതുപോലെ പാപം നിറഞ്ഞതായി കാണുന്നതുകൊണ്ട് നമ്മുടേതായ സ്വയം പ്രവൃത്തി കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. Because Jesus has already promised us to take you there. Why do we have to take the long route to go to heaven? യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഒത്തിരി വളഞ്ഞ വഴികൾ നീളമുള്ള വഴികളൊക്കെ വെച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നു? Can someone shout a hallelujah to that? അതുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ആ നല്ലവനായ യേശുവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. PV ഓഡിറ്റോറിയം, പഴക്കുറ്റി, നെടുമങ്ങാട്, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂൺ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഓഡിറ്റോറിയം, തിരുവല്ല. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, രോഗികൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മൗത്ത് ക്യാൻസറുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. അതുപോലെ കാൽമുട്ടിൻ്റെ അകത്ത് എന്തൊക്കെയോ ടയർ വന്നിട്ട് ആ കാൽമുട്ട് ഭയങ്കര പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ നീര് വറ്റിപ്പോകട്ടെ. എല്ലാ ജോയിൻറ്റിനും പെയിനുള്ള ചില വ്യക്തികൾ, നീരുള്ള ചില വ്യക്തികൾ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം മുതൽ അത് സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ആസ്മരോഗം സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഹാർട്ടിൻ്റെ വാൽവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ചെയ്യട്ടെ. ബ്ലോക്കുകൾ മാറിപ്പോകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ അനുഗ്രഹം സ്വീകരിക്കട്ടെ. ഗർഭാശയത്തിനകത്ത് ഫൈബ്രോയിഡ് മുഴകളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിനോടനുബന്ധിച്ചുള്ള ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. ഓവറിയിലുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഈ സ്ക്രീനിലേക്ക്, TV സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് നിങ്ങളുടെ ഏത് ആവശ്യമാണെങ്കിലും യേശുവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവെ, ഇവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ ഓരോ വ്യക്തികൾക്കും കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്.
ഡ്രൈവിംഗ് ലൈസൻസിന് എന്തോ തകരാറ് സംഭവിച്ചിട്ട് വണ്ടി ഓടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, കർത്താവ് അത്ഭുതകരമായവർക്ക് വേണ്ടി വഴികൾ തുറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ പ്രോപ്പർട്ടി സംബന്ധമായ പ്രയാസങ്ങളിലൂടെ പോകുന്നവർ, യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്കെല്ലാം ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. തിരുനാമത്തിൽ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ഏതാവശ്യത്തിലും കർത്താവ് നീ പ്രവർത്തിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ നെടുമങ്ങാട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. മറ്റന്നാൾ ശനിയാഴ്ച തിരുവല്ലയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഇത് രണ്ടിലേക്കും വ്യക്തിപരമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാരണത്താലും മുടങ്ങരുത്, വരാതിരിക്കരുത്. തീർച്ചയായും യേശു കർത്താവ് നിങ്ങളെ അവിടെ വെച്ച് അനുഗ്രഹിക്കും, തൊടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ആശിഷമാരി എന്ന പുസ്തകം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തീർച്ചയായും അതിലൂടെ സമ്പുഷ്ടമാക്കും. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ ഓരോ കോപ്പി ഉണ്ടായിരിക്കേണ്ടതാണ് വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകം. ഇംഗ്ലീഷിൽ മലയാളത്തിലുമുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്കും മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവർക്കും പ്രത്യേകിച്ച് അത് ഉപയോഗിക്കാം. അധ്യാപകർക്കും മാതാപിതാക്കന്മാർക്കും അത് ഉപയോഗിക്കാം. മറ്റ് പല പുസ്തകങ്ങളുണ്ട്. അതുപോലെ പ്രസംഗങ്ങളുടെ DVD-കൾ പല പ്രാവശ്യം കേട്ട് അനുഗ്രഹം പ്രാപിക്കാം. ഇതെല്ലാം തപാൽ മാർഗം നിങ്ങൾക്ക് സ്വന്തമാക്കാം, വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സ്വന്തമാക്കാം. കൂടാതെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓഫീസ് ടൈമിൽ വിളിക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.